വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓക്കെ, സോ മൈ നെയിം ഈസ് സച്ചിൻ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് അല്ലേ? സോ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന്. സോ ലെറ്റ്സ് ട്രൈ ദിസ് ക്വസ്റ്റ്യൻ. കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, കിട്ടിയ ആൻസർ നോക്കാം. എ 3-digit നമ്പർ ABC ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 6 ആൻഡ് ദ റിസൾട്ടിംഗ് നമ്പർ എന്തായിരുന്നു? Yes, the resulting number is a 3-digit number with the same digit CCC. So ഞാൻ എന്ത് ചെയ്തു? ഞാൻ ABC എന്ന് പറയുന്ന നമ്പറിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? CCC, അതായത് ഐഡന്റിക്കൽ ഡിജിറ്റ്സ് ആണ് അല്ലേ? നൗ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് വരാം. സോ ഇവിടെ CCC ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഈവൻ നമ്പർ ആണ് അല്ലേ? CCC എന്താണ്? ഈവൻ ആയിരിക്കും. ബിക്കോസ് നമ്മൾ 6 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒരു നമ്പറിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഈവൻ ആയിരിക്കും. ബിക്കോസ് ഈവൻ മൾട്ടിപ്ലൈഡ് വിത്ത് എനി നമ്പർ ദ റിസൾട്ടിംഗ് ഓർ ദ പ്രോഡക്റ്റ് വിൽ ബി ഈവൻ അല്ലേ? സോ CCC എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി ഏതൊക്കെയാണ്? ഒന്നുകിൽ ഈ നമ്പർ മൊത്തം 000 ആകാം, അല്ലെങ്കിൽ ഈ നമ്പർ മൊത്തം 222 ആകാം. കാരണം ഐഡന്റിക്കൽ ആണല്ലോ. ഒരു സിക്ക് 2 കൊടുത്താൽ ബാക്കി 2 സിയും 2 തന്നെ ആയിരിക്കും. ദെൻ അല്ലെങ്കിൽ 444 ആകാം, അല്ലെങ്കിൽ 666 ആകാം, അല്ലെങ്കിൽ നമുക്ക് 888 ആകാം. ഇത്രയാണ് നമുക്കുള്ള പോസിബിലിറ്റി. ഇനി അത് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. 0 എന്തായാലും വരില്ല. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കാരണം 0 വരണമെങ്കിൽ ഈ 3 നമ്പറും 0 ആകണം. എയും ബിയും സിയും 0 ആകണം. പക്ഷെ അവർ ഡിഫറൻ്റ് ആണല്ലേ? അവർ ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് അത് പറ്റില്ല. ഇനി നമുക്ക് പറ്റുന്നത് ഇത് വരുമോ എന്ന് നോക്കാം. 222. അതായത് ABCയെ ഞാൻ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 222 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ 222നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? ABC തിരിച്ച് കിട്ടണം. എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യുന്നു? 2നെ ഞാൻ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 12 കിട്ടും. അപ്പോൾ ഞാൻ 12നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 2 തിരിച്ച് കിട്ടണ്ടേ? 12നെ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ആരെ തിരിച്ച് കിട്ടണം? 2 തിരിച്ച് കിട്ടണം. സോ ഇവിടെ അതുപോലെ തന്നെ ABCയെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് CCC കിട്ടി. അങ്ങനെയാണെങ്കിൽ CCCയെ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ABC കിട്ടും. സോ ഞാൻ എന്ത് ചെയ്യുന്നു? 222 എടുക്കുന്നു, 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ABC എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് 37 ഈസ് ഈക്വൽ ടു ABC. ആണോ? പോസിബിൾ ആണോ? അല്ല. കാരണം ABC ഒരു 3-digit നമ്പറാണ്. ABC എന്താണ്? 3-digit നമ്പറാണ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് 2-digit ആയി പോയി, 37. സോ ABC നമുക്ക് 37 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് നമ്പർ, സോ ഇതല്ലെന്നും മനസ്സിലായി, 2222 അല്ല. ഇനി നമുക്കുള്ളത് 444 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു ABC. ഓക്കെ, സോ നമുക്ക് ഡിവൈഡ് ചെയ്യാം. You will be getting the answer 74 is equal to ABC. ആണോ? അല്ല. ഇതും ഒരു 2-digit ആയിരുന്നു. 74ഉം 2-digit ആണ്. 74നെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് 666 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു ABC അല്ലേ? നമുക്ക് എന്ത് കിട്ടും? 111 ഈസ് ഈക്വൽ ടു ABC എന്ന് കിട്ടും അല്ലേ? പക്ഷേ നമുക്കിവിടെ നോക്കിയേ, 111 ഈസ് ഈക്വൽ ടു ABC. നമുക്കിവിടെ 111 കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പക്ഷേ നമുക്ക് 3-digit ആണ് കിട്ടിയത്. പക്ഷേ 111 കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ABC ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റ് ആണ്, ഡിഫറെൻറ്റ് ഡിജിറ്റ്. അതായത് അവർ വ്യത്യസ്തമായ ഡിജിറ്റ് ആയിരിക്കണം. ഇവിടെ ABC എല്ലാം ഒരേ ഡിജിറ്റ് ആണല്ലേ? ഒരേ ഡിജിറ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതും പറ്റില്ല. നൗ ഇനി അവസാനത്തെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, 888. സോ നമുക്ക് എന്ത് ചെയ്യാം? CCയെ ഞാൻ 888 എടുത്തു, ഡിവൈഡ് ബൈ 6 ചെയ്തു. സോ യു വിൽ ബി ഗെറ്റിംഗ് 148 എന്ന് കിട്ടും. 148 ഇതെനിക്ക് പോസിബിൾ ആണ്, വിച്ച് ഈസ് ABC അല്ലേ? കാരണം നോക്കിയേ, A എന്ന് പറയുന്നത് 1, B4, C8 എല്ലാം ഡിഫറെൻറ്റ് നമ്പർ. ഇവിടെ ഞാൻ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എല്ലാം 888 എന്ന് കിട്ടും. സോ എനിക്ക് എന്ത് കിട്ടി? A, B ആൻഡ് C എന്താണ്? 1, 4 and 8 എന്ന് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നോക്കിയേ, A plus B plus C is a prime number
എ പ്ലസ് ബി പ്ലസ് സി പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. എ പ്ലസ് ബി പ്ലസ് സി വിച്ച് ഈസ് 1 പ്ലസ് 4 പ്ലസ് 8 വിച്ച് ഈസ് 13 പ്രൈം ആണോ? യെസ്, ഇറ്റ് ഈസ് പ്രൈം. സോ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. അടുത്തത് എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എ ഇൻറ്റു ബി പ്ലസ് സി ദാറ്റ് ഈസ് 1 ഇൻറ്റു 4 പ്ലസ് 8. എ ഇൻറ്റു ബി പ്ലസ് സി ഇതാണെന്ത്? എ ഇൻറ്റു ബി പ്ലസ് സി. ആദ്യം ബോഡ്മാസ് റൂൾ പ്രകാരം മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യാൻ. സോ 1 ഇൻറ്റു 4 ഈസ് 4, 4 പ്ലസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 12. പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ 12 കിട്ടുമോ? ഇല്ല. സോ ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അടുത്തത് സി മൈനസ് എ ഇൻറ്റു ബി. സി എന്തായിരുന്നു? സി ഈസ് 8 മൈനസ് എ ഇൻറ്റു ബി ദാറ്റ് ഈസ് 1 ഇൻറ്റു 4. സോ നോക്കിയേ, 8 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 4. പെർഫെക്റ്റ് ക്യൂബ് ആണോ? അല്ല. ഏതെങ്കിലും നമ്പറിന്റെ ക്യൂബ് നമുക്ക് 4 കിട്ടുമോ? ഇല്ല. ഒരു നമ്പറിന്റെ ക്യൂബും 4 കിട്ടത്തില്ല. സോ ഇതിനകത്ത് ആകെ ആര് മാത്രമേ ഉള്ളൂ ട്രൂ ആയിട്ടുള്ളത്? സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ എന്തുള്ളൂ ട്രൂ ആയിട്ടുള്ളത്. സോ ആൻസർ ഈസ് only one statement is correct. എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന ചോദ്യം. ആൻസർ ഈസ് only one statement is correct. That is a plus b plus c is a prime number. Okay. സോ ഇത് കുറച്ച് ടൈം എടുക്കും. ക്ഷമയോടെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ എ ബി സി എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്തു? എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സി 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 കിട്ടി. അതിനർത്ഥം 6 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ദിസ് ഈസ് ആൻ ഈവൻ നമ്പർ. അതെന്തായിരിക്കും? ഒരു ഈവൻ ആയിരിക്കും. സോ അതിൻ്റെ പോസിബിലിറ്റീസ് എഴുതുക. ഇത്രയും പോസിബിലിറ്റി ഉണ്ട് അതിനല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ പോസിബിലിറ്റിയും നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്തു. 0 നമ്മൾ ആദ്യമേ ഒഴിവാക്കി. നമുക്കറിയാം 0 വെച്ച് പറ്റില്ല എന്ന്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? 222 ഡിവൈഡ് ബൈ 6 ചെയ്താൽ എ ബി സി കിട്ടും. എ ബി സി 3 ഡിജിറ്റ് ആണ്, പക്ഷേ ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ 37 കിട്ടി വിച്ച് ഇസ് എ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ എ ബി സി 2 ഡിജിറ്റ് ആകുമോ? ഇല്ല. ബിക്കോസ് എ ബി സി ഓൾറെഡി 3 ഡിജിറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ എന്തായി? നമ്മൾ ഫസ്റ്റ് 222 ഒഴിവാക്കി. ഇനി നമ്മൾ 444 എടുത്തു. 444നെ 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 74 കിട്ടി. അതും വീണ്ടും ഒരു 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 444നെയും ഒഴിവാക്കി. ദെൻ 666 എടുത്തു. അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 3 ഡിജിറ്റ് കിട്ടി. പക്ഷേ ഒരു പ്രശ്നം വന്ന് എല്ലാ ഡിജിറ്റും 1 ആണ്. പക്ഷേ നമ്മുടെ ഇവിടെ എയും ബിയും സിയും എല്ലാം ഡിഫറൻറ്റ് ഡിജിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എ ബി ആൻഡ് സി ആർ ഡിഫറൻറ്റ് ഡിജിറ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇതും ഒഴിവാക്കി. ഇനി ലാസ്റ്റ് ഒരു പോസിബിലിറ്റി ഉള്ളൂ അല്ലേ. ലാസ്റ്റ് നമ്മുടെ കയ്യിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. ഏതായിരുന്നു ആ പോസിബിലിറ്റി? ആ പോസിബിലിറ്റി 888. ഇതാണ് നമ്മുടെ ഒറ്റ പോസിബിലിറ്റി. അത് നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 148 കിട്ടി. എല്ലാ നമ്പറും ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് 3 ഡിജിറ്റ്. സോ എ ഈസ് 1, ബി ഈസ് 4 ആൻഡ് സി ഈസ് 8. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം നമ്മൾ എന്താ ചെയ്തത്? ഇവിടുന്ന് ചെറുതീന്ന് ഓരോ നമ്പർ എടുത്ത് 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ അല്ലേ. എന്ത് ചെയ്യണം? നിങ്ങൾ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ബാക്കിൽ നിന്ന് ഡിവൈഡ് ചെയ്യുക. ആദ്യം 888 എടുത്തങ്ങ് ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം? ആദ്യം 888 എടുത്തങ്ങ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൻസർ കിട്ടും. എ ബി ആൻഡ് സി പെട്ടെന്ന് കിട്ടും. ഓക്കെ, ആദ്യമേ ചെയ്താൽ നമ്മൾ 4 വട്ടം ഡിവൈഡ് ചെയ്യേണ്ട വരും. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ വട്ടം എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലെ കണ്ടീഷൻസ് വെരിഫൈ ചെയ്യുക. ശ്രദ്ധിക്കണം, ബോഡ്മാസ് റൂളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ബിക്കോസ് എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നുണ്ട്. എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആദ്യം എ ഇൻറ്റു ബി ചെയ്യുക, എന്നിട്ട് വേണം പ്ലസ് സി ചെയ്യാൻ. ഓക്കെ, യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വൺ ക്വസ്റ്റ്യൻ. യെസ്, സോ LOD2 ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി 2. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു. കുറച്ച് ടൈം എടുക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. പക്ഷേ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം എന്ത് കിട്ടും? അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് നമുക്ക് വരാൻ പറ്റും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്യാം. 2 and 3ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. ഫൈൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് ദ നമ്പർ വിച്ച് ഈസ് 7 times ഇറ്റ്സ് യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, സോ ഒരു നമ്പർ ഉണ്ട് PQ. ഓക്കെ, PQനെ ഞാൻ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. PQനെ എന്ത് ചെയ്തു? 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 7 times യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ് ഓഫ് എ നമ്പർ
which is 7 times its unit digit. For example, 23 നോക്കുക. 23യുടെ യൂണിറ്റ് ഡിജിറ്റ് 3 ആണ് അല്ലേ? 3യെ ഞാൻ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടത്തില്ല? തിരിച്ച് ഇവിടെ 21 ആണ് കിട്ടുന്നത് അല്ലേ? എനിക്ക് 21 ആണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് 23 തിരിച്ച് കിട്ടണം അല്ലേ? 23 തന്നെ എനിക്ക് തിരിച്ച് കിട്ടണം. അതാണ് കണ്ടീഷൻ. സോ 23യിലെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 3. അതിനെ ഞാൻ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് തിരിച്ച് 23 കിട്ടണം. പക്ഷെ കിട്ടുമോ? ഇല്ല. കാരണം 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് 21 കിട്ടത്തുള്ളൂ. സോ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. 7 വെച്ച് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 7 വെച്ച് സം നമ്പർ ക്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ക്യൂ തന്നെ ഇവിടെ വരണമെങ്കിൽ ആ ക്യൂ എന്തായിരിക്കും? 5 വരുള്ളൂ. നിങ്ങൾ 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും 7, 14, 21, 28, 35, 42, 49, 56, 63, 70 നമുക്ക് ഒഴിവാക്കാം. ഡിജിറ്റ് ആണല്ലോ, ഡിജിറ്റ് 10 വരില്ല. സോ നിങ്ങൾ നോക്കിയേ, ഞാൻ 7നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് 7 ആണ് വന്നത്. പക്ഷേ എനിക്ക് എന്ത് കിട്ടണം? 7നെ ഞാൻ ക്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ക്യൂ ഇവിടെ വരണം അല്ലേ? സോ ഞാൻ 7നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 1 വരണം. പക്ഷെ 1 വരുന്നുണ്ടോ? ഇല്ല. അടുത്തത് 7നെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇവിടെ 2 കിട്ടണം. പക്ഷെ 7നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയത് 4 ആയിരുന്നു അല്ലേ? അടുത്ത 7നെ ഞാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇവിടെ 3 കിട്ടണം. പക്ഷേ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ് കിട്ടുന്നത്. സോ ഇവിടെ നോക്കിയേ, 5ലേക്ക് വരാം. 7നെ ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പം 7 5s are 35. എനിക്ക് എന്ത് കിട്ടി? ഇവിടെ 5 കിട്ടി അല്ലേ? സോ അതിനർത്ഥം 7നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് നോക്കാം, 7നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് 35 കിട്ടും. സോ എൻ്റെ 2 ഡിജിറ്റ് നമ്പർ എന്താണ്? 35 ആണ് എൻ്റെ 2 ഡിജിറ്റ് നമ്പർ. എൻ്റെ 2 ഡിജിറ്റ് നമ്പർ എന്താണ്? 35. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഡിജിറ്റിൻ്റെ സം which is 3 plus 5 which is 8 is the answer. Option D. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ഓക്കെ, നമുക്ക് വേണം ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. 35 എടുക്കുന്നു, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5, അതിനെ ഞാൻ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എനിക്ക് ആരെ തന്നെ തിരിച്ച് കിട്ടി? 35നെ തന്നെ തിരിച്ച് കിട്ടി. ഓക്കെ, അതാണ് ഈ 7 and 5 തമ്മിലുള്ള പ്രത്യേകത. സെയിം ആണ് 9 and 5. UPSCക്ക് ചോദിച്ചത് 9 and 5 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 9 വെച്ച് ഒരു നമ്പർ PQ ഉണ്ടായിരുന്നു, അതിനെ 9, ഓക്കെ, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ക്യൂവിനെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ തിരിച്ച് PQ കിട്ടി. ഒരു നമ്പർ PQ, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് Q ആണ്, ആ ക്യൂവിനെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തിരിച്ച് എന്ത് കിട്ടി? PQ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റിൻ്റെ സം എന്താണ്? ദാറ്റ് മീൻസ് P plus Q എത്ര ആണ്? ഓക്കെ, ആൻസർ എന്താണ്? ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ നമ്പറേ ഉള്ളൂ, 5. Q എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. സോ 5 into 9 which is 45 എന്ന് കിട്ടും. സോ 4 plus 5 എന്ത് കിട്ടും? 9 is the answer. ഓക്കെ, അതിൻ്റെ ഒരു മോഡിഫൈഡ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ 7 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. യൂണിറ്റ് ഡിജിറ്റിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ തിരിച്ച് ആ നമ്പർ തന്നെ നമുക്ക് കിട്ടും. സോ ആൻസർ ഈസ് 35. ഓക്കെ, 35. സോ 3 plus 5 8 ആണ് എന്ത്? ആൻസർ. ഓക്കെ, സം ഓഫ് ഡിജിറ്റ് ഈസ് 8. ഇനി ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവൺ എ 3 ഡിജിറ്റ് നമ്പർ P. ഓക്കെ, സം ഓഫ് ഡിജിറ്റ് ഓഫ് P is Q and that of Q is R. The largest possible value of R. What is the largest possible value of R? So P എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 243 എടുത്തു എന്ന് കരുത്. ഓക്കെ, ഞാൻ ഈ ഇതിൻ്റെ ഡിജിറ്റിൻ്റെ സം എടുക്കുന്നു. ദാറ്റ് ഈസ് 2 plus 4 plus 3. അതായത് എനിക്ക് എന്ത് കിട്ടും? 4 plus 2 6 9. ഈ 9 ആയിരിക്കും Q. ഓക്കെ, ഞാനിനി ഈ ക്യൂവിൻ്റെ ഡിജിറ്റിൻ്റെ സം എടുക്കുന്നു. ക്യൂവിന് 9 അല്ല ഉള്ളൂ, 9. അത് തന്നെ ആയിരിക്കും എന്ത്? 6. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് R? അതാണ് ക്വസ്റ്റ്യൻ. ആറിൻ്റെ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ. ഓക്കെ, സോ ട്രൈ ചെയ്ത് നോക്കുക ഈ ക്വസ്റ്റ്യൻ. വി വിൽ ഡിസ്കസ് ദ സൊല്യൂഷൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ കൺസെപ്റ്റ് ഓർത്ത് വെക്കണം. P ഒരു 3 ഡിജിറ്റ് നമ്പർ, അതിൻ്റെ സം എടുത്താൽ Q കിട്ടും. ക്യൂവിൻ്റെ ഡിജിറ്റിൻ്റെ സം എടുത്താൽ R കിട്ടും. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ,
So let's see in the next class with the solution of this one question. Thank you all.